Hi friends, welcome back to my channel. ഞാൻ സഫ്വാൻ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മിസ്റ്റി ലാൻഡിലാണ് കേട്ടോ, മിനി ഊട്ടിയിലാണുള്ളത്. പിന്നെ കൂടാതെ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ 360 വീഡിയോ ആണ്. നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫോൺ ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാലെങ്കിൽ ഞങ്ങൾ കാണുന്ന എല്ലാ ഏരിയയും ഈ ഒരു ചുറ്റുപാട് വീഡിയോസ് നിങ്ങൾ കാണാൻ സാധിക്കും. അതായത് ഞങ്ങൾ ഉള്ളിലേക്ക് പോകുന്ന 2-3 പുതിയ റൈഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും വലിയ ബ്രിഡ്ജ് ഇവിടെ വന്നിട്ടുണ്ടോ അതും കൂടി കാണാനുള്ള ഉദ്ദേശത്തിലാണ് രാവിലെ തന്നെ തിരിച്ചു പോകുന്നത്. ഇപ്പോൾ സമയം 7:15 ആയിട്ട് കേട്ടോ. അന്ന് രാവിലെയാണ് ഇറങ്ങി. നമുക്ക് ഉള്ളിലേക്ക് പോകാം. അപ്പോൾ ഇന്നിൻ്റെ കൂടെ ഉള്ളത് റിയാസാണ്, റിയാസ് പുല്ലാര. ഞങ്ങൾ രണ്ടുപേരാണ് ഇന്ന് ഇറങ്ങിയിട്ടുള്ളത്. നമ്മളപ്പോൾ ഉണ്ടായിന് എവിടെ നമ്മൾ പോയിന്, കാസർഗോഡ് ട്രിപ്പിൽ നമ്മളപ്പോൾ ഉണ്ടായിന്. ഇപ്പോൾ മിസ്റ്റിലാല്ല മോൾക്ക് നോക്കിയേ, മുകളിലാണ്ടാ തിരിച്ചു നോക്കേണ്ടി വരും നിങ്ങൾ. അപ്പോൾ നമ്മൾ അതിലേക്ക് പോകുന്നു. അത് പുതിയ തുടങ്ങിയതാണ്. ഇപ്പോൾ ടിക്കറ്റ് റേറ്റ് എങ്ങനെയായിരുന്നു? ഇപ്പോൾ ടിക്കറ്റ് 30 റുപ്യാണ് ക്ലാസ് പിടിച്ചും എൻട്രി ഫീ അടക്കം. അതിൽ 100 റുപ്യ അതേപോലെ 30 റുപ്യ വരുന്നത്. വേറെ 30 റുപ്യ വരുന്നുണ്ട് അല്ലേ? അപ്പോൾ 160 റുപ്യാണ് ഇപ്പോൾ ടിക്കറ്റ്. ഇപ്പോൾ ഈ പുതിയ 2 റൈഡുകൾ പുതിയ ക്ലാസ് പിടിച്ച് കയറ്റുണ്ട്. ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം കയറുള്ളൂ. ഉച്ചയ്ക്ക് ശേഷമാണ് അതിൽ കയറണ്ടോ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കയറാം. ഇവിടെ തന്നെ ഫിഷിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട്. നോക്കിയേ ബാക്കിൽ ഫിഷിൻ്റെ ഈ സംഭവം നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ കാണാത്ത കുറച്ച് സംഭവം കാണിച്ചു തരാം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ വന്നിട്ടോ. എത്ര റിയാസ് ഇത് മരണക്കിണറോ? മരണക്കിണറിൻ്റെ ലുക്കില്ലേ ഇത് കണ്ടിട്ട്? അതേ സെയിം സാധനം ഉള്ളിൽ കയറിയൊക്കെ ഒരുപാട് തണ്ട്. ഇവിടെ നോക്കിയാൽ നമുക്ക് ആ ഗ്ലാസ് പിടിച്ച് കണ്ട ബാക്കിൽ 2 ഗ്ലാസ് പിടിച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞൻ ഗ്ലാസ് പിടിച്ചും ഒരു വലിയ ഗ്ലാസ് പിടിച്ചുകൊണ്ട് ഇവിടെ. അതിനുള്ളിൽ എൻട്രി ഇങ്ങനെ വരുന്നു കേട്ടോ. ഓ ഇത് ഏകദേശം എത്ര നില വരെ? നമ്മൾ 3 നില 3-4 നിലൻ്റെ മുകളിലാട്ടോ സംഭവം. കോണി കയറിപ്പോയ ചാടിച്ചില്ലാണ്ട് അത്യാവശ്യം ആയിട്ടുണ്ടാ. ഇത്രയും ഹൈറ്റ് വരുന്നുണ്ട് ഇവിടെ. ഇപ്പോൾ ബാക്കൊക്കെ നല്ല വ്യൂ ആണ്. നമ്മളെ ഗ്ലാസ് പിടിച്ചില്ലെങ്കിലും 2 നില 3 നില ഹൈറ്റ് കൂടുതലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. എന്താ സെറ്റപ്പ് അല്ലേ? താഴേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇത് പുതിയ തുടങ്ങി. ഇതിൻ്റെ പേരെത്താ നമുക്കറിയോ? അത് നമുക്ക് അവിടെ ചോദിച്ചിട്ട് പറയട്ടോ. അപ്പോൾ അതാണ് ഇവിടുത്തെ വ്യൂ വരുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലത്തെ വിഷ്വലുകൾ കണ്ടില്ലേ? അടിപൊളിയാണ്. നല്ല മഞ്ഞ കളർ ടൈമിൽ മുകളിൽ പോയിരുന്ന നല്ല വിഷ്വൽ ഫുള്ളായിട്ട് കാണാം. നമുക്ക് ഈ ഏരിയ മൊത്തമായിട്ട് കാണാം. നമ്മൾ മുസ്ലിയാരങ്ങാടി തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കാണാം. ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നതാ ഏറ്റവും വലിയ പാലട്ടോ. ഇത് ഓപ്പണിംഗ് ആയിട്ടില്ല. ഓപ്പണിംഗ് ആണോ നമുക്ക് വേണ്ടി പ്രത്യേകം പെർമിഷൻ എടുത്തിട്ട് നമുക്കിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി നമ്മൾ കയറണം നമുക്ക്. അതുപോലെ തന്നെ ഇന്നാണ് ഇതിൻ്റെ ഉദ്ഘാടനം അല്ലേ? ഇന്ന് ഉച്ചക്കല്ലേ? ഉച്ചയ്ക്ക് ശേഷം പള്ളിനിരിഞ്ഞ ശേഷം ഉദ്ഘാടനമാണ്. ഇപ്പോൾ നമ്മൾ രാവിലെയാണ് ഇറങ്ങിയല്ലോ. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം വരാം ഇൻഷാ അല്ലാഹ് പയ്യുവാണെങ്കിൽ. ഇപ്പോൾ ഏതായാലും നമുക്കൊന്ന് കയറ്റി നിങ്ങൾക്ക് അതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇതികൂടെ കവാടം നമ്മൾ ഇവിടെ കേട്ടോ. ലാസ്റ്റ് നമ്മൾ ഏകദേശം പറയുകയാണെങ്കിൽ നമ്മൾ പെറ്റ് പാർക്ക് ഉണ്ടല്ലോ അടുക്കുക. അതായത് നമ്മളെ പഴയ പാലം കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് വന്നാൽ ഇതാ നമുക്ക് വേണ്ടി ഇതാ ഓപ്പൺ ആയിട്ടുണ്ട്. നേരെ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത്. ചെറിയൊരു ഇതൊക്കെ ആയിട്ട് പാലം കണ്ടെങ്കിൽ ഇതാണ് പാലം. അത്യാവശ്യം നല്ല വീതിയിൽ തന്നെയാണ് പാലം കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫുള്ളി ഗ്ലാസ്സാണ്. അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതിന് മുമ്പ് നിങ്ങൾ മിനി ഊട്ടി വന്നപ്പോൾ കയറിയിട്ടുണ്ടാവും പായ പാലത്തേക്കൊക്കെ. അപ്പോൾ ഞങ്ങൾ ഈ ഗ്ലാസ്സിലേക്ക് കയറാൻ പോകട്ടോ. ഫസ്റ്റായിട്ട് നമ്മൾ ഈ പുതിയ ഏറ്റവും വലിയ ഗ്ലാസ് പിടിച്ചില്ലേ അതിലേക്ക് കയറാൻ പോകണേ. ഇപ്പോൾ മഴയൊക്കെ പെയ്ത് ഇങ്ങനെ വെള്ളം നനഞ്ഞിട്ടുള്ള ടൈമാട്ടോ. അതേപോലെ തന്നെ ഇത് ഓപ്പൺ ആയിട്ടില്ല. കാണികളൊക്കെ അപ്പുറത്ത് ഗ്ലാസ് പിടിച്ചിലുള്ളത്. ഇത് നമുക്ക് വേണ്ടി പ്രത്യേകം തുറന്നെന്നാണ് അതും കൂടി പറയണേ. പിന്നെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഫുള്ളി ലൈറ്റുകളാട്ടോ. ലൈറ്റുകളൊക്കെ പറഞ്ഞാൽ വാട്ടർ പ്രൂഫ് ലൈറ്റാണ്. അടിപൊളിയാണ്. രാത്രി കാഴ്ചകൾ നീണ്ട വീഡിയോസ് കുറേ കണ്ടിട്ടുണ്ടാവും. ഞാൻ ചെറിയ ക്ലിപ്പ് കൂടെ ഇട്ടാം. ഈ സൈഡിൽ കൂടി ഒക്കെ ലൈറ്റ് ഉണ്ട്. സൈഡിൽ കൂടെ കണ്ടെങ്കിൽ ഫുള്ളി ലൈറ്റാണ്. നൈറ്റ് വിഷ്വൽ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അതേപോലെ തന്നെ സുബൈൻ്റെ ടൈമൊക്കെ അല്ലേ നല്ല കോടുള്ള ടൈമാണ്. നല്ല രസം കാണാം. അതിൻ്റെ വിഷ്വൽസൊക്കെ വരെ പേജിൽ തന്നെ കിടക്കുന്നുണ്ട്. അത് ഞാൻ ടാഗ് ചെയ്ത് തരാം. അപ്പോൾ അത് നോക്കുക. ഇതിൻ്റെ വീതി വലുപ്പം എത്ര ആളെ കൊള്ളുന്ന പറഞ്ഞേ? ഇത് 100 ആൾക്കാർ ഒറ്റയടിക്ക് കയറുന്നാ പറഞ്ഞത്. 100 പേർക്ക് വരെ ഒരേ ടൈമിൽ കയറാം. അത്രയും നീളം വീതി ഉണ്ട്. നമ്മളെ പഴയ ഗ്ലാസ് ഉണ്ട് നിങ്ങളവിടെ ബാക്കിൽ കുഞ്ഞി ഗ്ലാസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പറ്റി ചെറുത്. ഇത് വെച്ച് നോക്കുമ്പോൾ വളരെ ചെറുതില്ലേ? അപ്പോൾ അവിടുത്തെ ഗ്ലാസ് അവിടെ ഒരു ഗ്ലാസ് ഉണ്ട്. അതും ചെറുത്. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും ടോപ്പ് ഇതായിരിക്കും എന്ന് പറഞ്ഞാൽ? ടോപ്പ് ഇതാ പറഞ്ഞത്. കേരളത്തിലോ ഇന്ത്യയിലൊക്കെ ഉണ്ടാവും? കേരളത്തിൽ ഇപ്പോൾ ഇത് നോക്കുമ്പോൾ ഫുള്ള് ടോപ്പ് നിൽക്കുന്ന ഇത് പാലം നടന്ന് പറഞ്ഞു.
ഞാൻ അതേപോലെ തന്നെ ഇവിടെ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാണല്ലോ വിമാനം പോകണ ഇറങ്ങണമൊക്കെ കാണട്ടോ. നമ്മളെ എയർപോർട്ട് തൊട്ടടുത്താണ്. എയർപോർട്ടിന് തൊട്ട് ചാരി തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഡ്രോൺ വിഷ്വൽ പറത്തുമ്പോൾ ഡ്രോണിൽ തന്നെ കാണിക്കുന്നുണ്ട് എയർക്രാഫ്റ്റ് വരാൻ സാധ്യത ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നല്ല രസമാണ്. പിന്നെ ഇതാ മിസ്റ്റി ലാൻഡ് എന്നുള്ള ലോഗോ കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഏതായാലും നമുക്ക് കുറച്ച് വിഷ്വൽസ് കണ്ടല്ലോ, ഇതിൻ്റെ ഡ്രോൺ ഷൂട്ട്സ് കണ്ടല്ലോ, അടിപൊളിയാട്ടോ സൈറ്റ്. പിന്നെ ബാക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഇതാ നല്ല ഫുള്ളി സീനറിയാണ് കാണാനുള്ളത്. കുറച്ചുകൂടി രാവിലെ വരണേന് നീച്ച നേരം വൈകിക്കൊണ്ടാണ് നേരെ കായ്പോട് എത്തിയത്. ഏതായാലും നമുക്ക് ഡ്രോൺ ഷൂട്ട് നോക്കാം. മിസ്റ്റിലാൻഡിൻ്റെ അത്ഭുത കവാടം അടച്ചിട്ടോ. ഞങ്ങൾ കയറി വീഡിയോസൊക്കെ കണ്ടില്ല നിങ്ങൾ. സംഭവം അടിപൊളി അല്ലേ, എന്താ സെറ്റപ്പ്. ഇനി ഉച്ചയ്ക്ക് ശേഷം വന്നോണ്ടി. അപ്പോൾ ഇതിന് വീഡിയോ ഇറങ്ങുമ്പോൾ ഇത് കഴിച്ചു. ഏതായാലും സംഭവം അടിപൊളിയാണ്. നല്ല വ്യൂവും കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ സ്പേസും തന്നെ നല്ല സ്പേസാണ്. നമ്മൾ ചെറിയ പാലൊക്കെ കയറി നടന്ന്, കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ ടോപ്പ് പാലാണെന്നാണ് പറഞ്ഞിട്ടോ. അത്രയും 60 മീറ്റർ നീളം, അതേപോലെ തന്നെ ഏകദേശം 200 ആളൊക്കെ കൊള്ളുന്ന ഒരു പാലാണ്. ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല. രാത്രി വിഷ്വൽസ് കിട്ടണം, അത് നമുക്കൊന്ന് എടുക്കണം. രാത്രി വിഷ്വൽസും കൂടി ഇട്ട് കഴിഞ്ഞാൽ സംഗതി സെറ്റാണ്. പാട്ട് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ടോ വലിയ തിരക്കില്ലാത്തത്. വൈകുന്നേരമൊക്കെ അത്യാവശ്യം തിരക്കുണ്ടാവും. അതാ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഇതൊക്കെ സ്പെഷ്യൽ റേറ്റ് ഒക്കെ ഉണ്ട്. പഴയ ബ്രിഡ്ജിന് ഇപ്പോൾ റേറ്റ് ഒക്കെ കുറച്ചാണ്. പുതിയ ബ്രിഡ്ജിന് റേറ്റ് ഇട്ടിട്ടില്ലല്ലോ, റേറ്റും കാര്യങ്ങളും വന്നിട്ടില്ല. പഴയ ബ്രിഡ്ജിൽ ഇപ്പോൾ കയറണമെന്നുണ്ടെങ്കിൽ 30 രൂപ ഉള്ളൂ. പക്ഷേ അതിൽ നിങ്ങൾ കയറിയിട്ട് കാര്യമില്ല. ഇനി കയറണമെങ്കിൽ പുതിയ തന്നെ കയറണം. അതെന്താ വെച്ചാൽ അത് കണ്ട ഒരു ആനയും തോട്ടി തമ്മിലുള്ള മാറ്റമുണ്ട്. അത്രയും മാറ്റമുണ്ട്. കാരണം ഇതിൽ കയറി കഴിഞ്ഞാൽ ഒന്നും കാണണ്ടാവില്ല, ചെറിയതാണ്. പക്ഷെ മറ്റത് നല്ല വലുപ്പമുണ്ട്. 60 മീറ്ററിന് മേലെ നീളം എന്നാണ് പറഞ്ഞത്. ഏതായാലും ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാം. പക്ഷെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. പുതിയൊരു രീതിയിൽ നമ്മൾ വീഡിയോ എടുത്തതാണ്. ഇതാ ഫ്രണ്ട്സൊക്കെ ഇതാ ഓരോരുത്തർ വരുന്നുണ്ടോ. ഇങ്ങോട്ട് രാവിലെ തന്നെ ഇറങ്ങിയ ടീംസാണ്. പിന്നെ അപ്പോൾ ഈ ഒരു 360 വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. ഫുള്ളി കവേർഡായിട്ടുള്ള എന്താണ് അതിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.